നമസ്കാരം. ഏഷ്യയിലെ ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇതാണ് വിഷയം. ബന്ധങ്ങൾ നിലനിൽക്കാൻ, നമുക്ക് ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ, സ്നേഹബന്ധങ്ങളായാലും വ്യക്തിബന്ധങ്ങളെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് അല്ലേ? പക്ഷെ അത് നിലനിർത്തിക്കൊണ്ട് പോകാനാണ് പ്രയാസം. സ്ത്രീയും പുരുഷനുമായിട്ട് സ്നേഹബന്ധങ്ങളുണ്ട്, വിവാഹത്തെ കലാശിക്കാറുണ്ട്, അടിച്ചു പിരിഞ്ഞു പോകാറുണ്ട്. വിവാഹം കഴിഞ്ഞവരുടെ ബന്ധമുണ്ട്, സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധമുണ്ട്, കുട്ടിക്കാലം തൊട്ട് ജനിച്ചു വളർന്ന സുഹൃത്തുക്കൾ തമ്മിലുള്ള വ്യക്തിബന്ധമുണ്ട്. അപ്പോൾ സ്നേഹബന്ധമായാലും വ്യക്തിബന്ധമായാലും ഈ പറഞ്ഞ പോലെ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധമായാലും ചെറുപ്പകാലം തൊട്ടേ ഉള്ള ബാല്യകാല സഖി അല്ലെ ബാല്യകാല സുഹൃത്തുക്കളുമായുള്ള ബന്ധമായാലും നമുക്ക് നിലനിൽക്കാൻ ആ നിലനിൽപ്പിലേ കാര്യമുള്ളൂ. എന്ത് സ്നേഹബന്ധവും നിലനിന്ന് പോയെങ്കിലേ പരസ്പരം ഗുണവും പരസ്പര ഐക്യത സമാധാനവും ഒക്കെ ഉണ്ടാവുള്ളൂ. ഒരാളോട് പിണങ്ങിയാൽ നമുക്ക് സ്വസ്ഥത കാണും, സമാധാനം കാണും? കാണത്തില്ല. ആ പിണങ്ങിയ ആൾക്ക് കാണും? കാണത്തില്ല. വിരോധമാണ് പിന്നെ ഉണ്ടാവുന്നത്. വിരോധം കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? താണനിലത്തെ നീരോട് അവിടെ ദൈവം തുണയുള്ളതെന്നാണ് ഭഗവാന്മാരും പറഞ്ഞേക്കുന്നത്. നമുക്ക് ആ എവിടെയായാലും കുറച്ചൊക്കെ വിട്ടുവീഴ്ച മനോഭാവങ്ങൾ വേണ്ടാന്നല്ല. പിന്നെ ഒരു കാര്യമുണ്ട്, രണ്ടുപേരും ഒരുമിച്ച് നടക്കുമ്പോൾ, രണ്ടുപേരുമിച്ച് സ്നേഹത്തോടെ ജീവിക്കുമ്പോൾ ഒക്കെ എന്ന് പറഞ്ഞാൽ ഇത് കലി ഉറ്റമിത്രങ്ങളെയും ബന്ധുക്കളെ പോലും ശത്രുവാക്കി കളയുമെന്നാണ് പറയപ്പെടുന്നത്. ഒരു വാക്ക് മതി, ഒരു ചെറിയ പ്രവൃത്തി മതി. എത്ര വലിയ വ്യക്തിബന്ധമായാലും, എത്ര ദൃഢമായിട്ടുള്ള ആത്മബന്ധമായാലും, എത്ര സ്നേഹമുള്ള ഭാര്യാഭർത്താക്കന്മാരായാലും, അല്ലെ എത്ര സ്നേഹമുള്ള സഹോദരന്മാരായാലും അല്ലെ സഹോദരന്മാരായാലും ആ ബന്ധം വഷളായി പോകും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പാടില്ലാത്ത വാക്കുകൾ സംസാരിക്കും. ചിലപ്പോൾ അടിയും പിടിയും വഴക്കും കേസും ഒക്കെ പുക്കാറും ഒക്കെ ആയിരുന്നിരിക്കും. അപ്പം അങ്ങനെയുള്ള വിഷയങ്ങൾ നിലനിൽക്കാനായിട്ട്, ബന്ധങ്ങൾ നിലനിൽക്കാൻ വേണ്ടിയിട്ട്, വിഷയങ്ങൾ നിലനിൽക്കാനല്ല ബന്ധങ്ങൾ നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കേണ്ട ഒരു ഗണപതി ഭാവമുണ്ട്. വശ്യഗണപതി എന്ന് പറഞ്ഞാൽ പേരിനകത്തുണ്ട് വശ്യത, സ്നേഹമാണ് പ്രധാനം ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ മന്ത്രം നമുക്ക് ആദ്യം നോക്കാം. ഓം ശ്രീം ക്ലീം ഗം മഹാഗണപതി വശമാനയ സ്വഹ. ഇതിനകത്ത് രണ്ടുപേരുടെയും പേരും നാളും കൂടെ മനസ്സിൽ സങ്കല്പിച്ച് വേണം നമ്മളിത് ജപിക്കാനായിട്ട്. അതിൻ്റെ ഛന്ദസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ ഒരു മന്ത്രങ്ങളൊക്കെ പലതും പറഞ്ഞിട്ടുണ്ട് ഗണപതിയുടെ. ഗണകർഷി നിശ്ചിതഗാത്ര ഛന്ദ, ബീജഗണപർ ദേവ എന്ന് പറഞ്ഞ് ജപിക്കാറുണ്ട്, മഹാഗണപർ ദേവ എന്ന് പറഞ്ഞ് ജപിക്കാറുണ്ട്. നമുക്കിങ്ങനെ 3 ഭാഗത്തായിട്ട് ഛന്ദസ് തൊട്ടാണ് നമുക്ക് ഛന്ദസ് തൊട്ട് ജപിക്കുന്ന മന്ത്രങ്ങൾക്ക് പ്രാധാന്യമുള്ളൂ. സാധാരണ ഗണപതി ഹോമത്തിൽ നിന്നും വിഭിന്നമായിട്ട് നമ്മൾ ഈ വശ്യഗണപതി ഹോമമായിട്ട് അല്ലെ വശ്യഗണപതി പൂജയായിട്ട് ചെയ്യുമ്പോൾ ഇത് രാവിലെയും വൈകിട്ടും ചെയ്യാൻ വിധാനമുണ്ട്. രാവിലെ കിഴക്ക് ദർശനമായിരുന്ന് തേങ്ങാപ്പൂള്, കദളിപ്പഴം, ശർക്കര, തേന്, നെയ്യ് ഇത്രയും വിഭാഗങ്ങൾ ചേർത്തേ ഹോമിക്കാറുള്ളൂ. വൈകിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ തേങ്ങ തിരുമി ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ കദളിപ്പഴം, മാതള നാരങ്ങ, ഗണപതി നാരങ്ങ, ശർക്കര, നെയ്യ്, തേന്, കരിമ്പും കൂടെ ഉൾപ്പെടെയാണ് വൈകിട്ട് നമ്മൾ ഹോമിക്കുക. വൈകിട്ടും ഈ മന്ത്രത്താൽ നമ്മൾ ഹോമം നടത്തി ഇതിനകത്ത് വശ്യക്രിയ എന്ന് പറഞ്ഞ വശ്യക്രിയയുണ്ട്. വശ്യക്രിയ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര പിണങ്ങി നിൽക്കുന്നവരായാലും അല്ലെ എത്ര അടുക്കത്തില്ല, ഇനിയും മരണത്തിന് പോലും വരത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന വ്യക്തികളായാൽ പോലും അവർ ഒന്നിച്ച് നിൽക്കുന്ന അവസ്ഥകളുണ്ടാവും. ഇനിയും പൂജ ചെയ്യാൻ സാധിക്കാത്തവർക്ക് വശ്യഗണപതി യന്ത്രമായിട്ട് നമുക്ക് പൂജിച്ച് ധരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഞാനീ പറഞ്ഞ മന്ത്രം ഛന്ദസ്സോട് തന്നെ ഉപദേശം വാങ്ങിക്കണം. ഉപദേശം വാങ്ങിച്ച് നമ്മൾ നിത്യം ജപിച്ചു കഴിഞ്ഞാൽ എത്ര പിണങ്ങി പിരിഞ്ഞ സ്ത്രീ ആയാലും പുരുഷനായാലും സുഹൃത്തുക്കളായാലും ബന്ധുക്കളായാലും എന്തായാലും എത്ര പിണങ്ങി നിൽക്കുന്നവരായാലും അവരെ അടുപ്പിക്കാൻ അനേകകാലം ഇവരെ സന്തോഷമായിട്ട് നമുക്ക് കൊണ്ടുപോകാനും ഗണപതി ഭഗവാൻ അനുഗ്രഹത്താൽ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ മന്ത്രങ്ങളുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.